ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് ഭാരത് എൻക്യാപ്പ് വരുന്നു എന്നുള്ളത്. അത് ഒഫീഷ്യലി ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും അവർ ലോഞ്ചും ചെയ്തായിരുന്നു. പക്ഷേ എന്നാൽ വണ്ടികൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. വണ്ടികൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട്സ് നമ്മുടെ ഈ 2023 ഡിസംബറിൽ പുറത്തുവിടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസംബറിൽ അവരതിൻ്റെ റിസൾട്ട്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഡിസംബർ 15 മുതൽ വണ്ടികൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങും, അതിനുശേഷം റിസൾട്ട് പുറത്തുവിടും എന്നാണ് പറഞ്ഞിരുന്നത്. ഡിസംബർ 20-നാണ് ഇവരുടെ ആദ്യത്തെ വണ്ടിയുടെ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആൻഡ് അത് നമ്മുടെ ടാറ്റയുടെ വണ്ടി തന്നെയാണ്. ടാറ്റയുടെ വണ്ടി എന്ന് പറയുന്നില്ല, വണ്ടികൾ എന്ന് പറയും. കാരണം ഹാരിയറിൻ്റെയും സഫാരിയുടെയും കമ്പൈൻഡ് റിസൾട്ട്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടിനും സെയിം ആണ്. ആക്ച്വലി പോയിൻറ്റ്സ് വലിയ വ്യത്യാസമൊന്നുമില്ല. 30.04 പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ അഡൽ സേഫ്റ്റിയുടെ പോയിൻറ്റ്സ്. അത് 32-ലാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെ ഗ്ലോബൽ എൻക്യാപ്പ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പ് ആക്ച്വലി 34 പോയിൻറ്റ്സ് ആണ് അഡൽ സേഫ്റ്റിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ ഈ വണ്ടിക്ക് 30.04 പോയിൻറ്റ്സ് കിട്ടിയെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 34-ൽ സഫാരിക്കും ഹാരിയറിനും കൂടി 33 പോയിൻറ്റ് മാക്സിമം, അതായത് 33 പോയിൻറ്റ് സംതിങ് ആയിരുന്നു കിട്ടിയത്. അതായിരുന്നു ഇതുവരെ ഗ്ലോബൽ എൻക്യാപ്പ് ഇന്ത്യയിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈ പോയിൻറ്റ്സ് കിട്ടിയ വണ്ടി. ഇവിടെ ഏതായാലും ഇവരുടെ ആദ്യത്തെ ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ കമ്പയർ ചെയ്തൊന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡ്രൈവർ സൈഡിൻ്റെ ചെസ്റ്റ് പോർഷൻ കുറച്ച് വീക്കായിട്ട് കാണിക്കുന്നുണ്ട്. വീക്കെന്ന് വെച്ചാൽ വളരെ വീക്കെന്നല്ല, മാർജിനൽ പോയിന്റിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ നീക്ക് അഡിക്വേറ്റ് പ്രൊട്ടക്ഷനാണുള്ളത്. അത് ഈ വണ്ടിക്ക് പൊതുവെയുള്ളൊരു പ്രശ്നമാണ്. കാരണം നമ്മളെല്ലാവരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഫുട്ബോൾ ഏരിയയിൽ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു സംഭവം കാരണമാണ് പണ്ട് ഒരു വണ്ടിയെ ക്രാഷ് ടെസ്റ്റിന് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അതിലെന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തി കാണാതിരിക്കുക, അല്ലെങ്കിൽ ഈ വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങിന് തീർച്ചയായും കിട്ടില്ല. ബാക്കി ആൾക്കാർക്ക് ഈ വണ്ടിയിൽ ഭയങ്കര സേഫാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോ ഡ്രൈവർ സൈഡിലിരിക്കുന്ന ആൾക്ക് ഫുൾ പച്ചയാണ്, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സൈഡ് ബാരിയർ ടെസ്റ്റ്, സൈഡ് പോൾ ടെസ്റ്റിൽ എല്ലാത്തിലും വണ്ടിയുടെ സേഫ്റ്റി കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അതിപ്പോൾ ഡ്രൈവർ സൈഡിലാണെങ്കിലും കോ ഡ്രൈവർ സൈഡിലാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലോബൽ എൻക്യാപ്പും ഭാരത് എൻക്യാപ്പും തമ്മിൽ വരികയാണെങ്കിൽ ആക്ച്വലി ഈ രണ്ട് ഓർഗനൈസേഷൻസും, ഗ്ലോബൽ എൻക്യാപ്പ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, ഭാരത് എൻക്യാപ്പ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഫണ്ടഡ് ഓർഗനൈസേഷനാണ് എന്നുള്ളൊരു വ്യത്യാസം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾസിൽ ഈ രണ്ട് ഓർഗനൈസേഷൻസും ഓൾമോസ്റ്റ് വളരെയധികം സിമിലർ ആണ്. ഇവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്യുന്ന ടെസ്റ്റിംഗ് സംഭവങ്ങളാണെങ്കിലും എല്ലാം ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ടാണ് ഹാരിയറും സഫാരിയും രണ്ടിടത്തും ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെ കിട്ടിയത്. ഇതോടെ അവസാനിക്കുന്നില്ല. ഇതിനു മുമ്പ് നമ്മുടെ ഈ ഭാരത് എൻക്യാപ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് ഇഷ്ടം പോലെ വണ്ടികൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ടായിരുന്നു. ഈവൻ ടാറ്റയുടെ ആണെങ്കിൽ തന്നെ പഞ്ചൊക്കെ ഈ ഭാരത് എൻക്യാപ്പിൽ അവർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി പഞ്ചിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. 6 എയർ ബാഗ്സ് വരുന്ന മോഡലാണ് ഭാരത് എൻക്യാപ്പിൽ അവർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ പഞ്ചിൻ്റെ 6 എയർ ബാഗ്സ് ഉള്ള മോഡലും ഇന്ത്യയിൽ ഇറങ്ങും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മാൻഡേറ്ററി ആണ്. എഗെയിൻ നമ്മുടെ സൈഡ് പോൾ ടെസ്റ്റും അതുപോലെ തന്നെ സൈഡ് ബാരിയർ ടെസ്റ്റും ഒക്കെ ചെയ്യണമെങ്കിൽ 6 എയർ ബാഗ്സ് കമ്പൽസറി ആണ്. പ്രത്യേകിച്ച് സൈഡ് പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 6 എയർ ബാഗ്സ് ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ അവരത് ടെസ്റ്റ് തന്നെ ചെയ്യില്ല. അതുകൊണ്ട് അതിൻ്റെ പോയിൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് പോകും. വണ്ടിക്ക് തീർച്ചയായും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയില്ല. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പ് ഈ അടുത്ത് AEB വെച്ചിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ തുടങ്ങിയിരുന്നു. ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെയൊക്കെ ടെസ്റ്റിങ്. പക്ഷേ അതൊന്നും താൽക്കാലികമായി ഇവരുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. കുറച്ച് കാലത്തിന് ശേഷം മാത്രമേ നമ്മുടെ ഭാരത് എൻക്യാപ്പ് അത്തരത്തിലുള്ള കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് വണ്ടികളിൽ അഡാസ് അവൈലബിളും അല്ലല്ലോ. അതുകൊണ്ടും കൂടി ആയിരിക്കും അവരിപ്പോൾ അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ESP ടെസ്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അവരിപ്പോൾ ഈ രണ്ട് വണ്ടികൾ, അതായത് ഹാരിയറിലും സഫാരിലും അത് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഗ്ലോബൽ എൻക്യാപ്പ് അത് ചെയ്തിട്ടുണ്ട്. എനിവേ, ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസ്. ഇനി ഇതൊന്നും അല്ലാണ്ട് ഇഷ്ടം പോലെ വണ്ടികളുടെ ടെസ്റ്റ് റിസൾട്ട്സ് പുറത്തു വരാനുണ്ട്. എന്തായാലും ഇവരിപ്പം ഡിസംബർ 20-നുള്ളിൽ ആദ്യത്തെ ടെസ്റ്റ് റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും ഡിസംബർ അവസാനത്തോടു കൂടി ഒരെണ്ണം കൂടെ വേണം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ജാനുവരി ആകുമ്പോഴേക്കും അടുത്തൊരു റിസൾട്ടും കൂടെ പ്രതീക്ഷിക്കാം. ആക്ച്വലി നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, അങ്ങനത്തെ മാരുതിയുടെ ഫ്രോങ്സ്, പുതിയ ബലേനോ, അങ്ങനെ കുറേ വണ്ടികൾ ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. മാരുതി സുസുക്കി ഭാരത് എൻക്യാപ്പിന് വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അവർ ഗ്ലോബൽ എൻക്യാപ്പിനാണ് കൊടുക്കാണ്ടിരുന്നത്. അതുപോലെ ഹ്യുണ്ടായി ആണെങ്കിലും അവരുടെ എക്സ്റ്ററും അതുപോലെ തന്നെ ടിസോണൊക്കെ തന്നെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. സോ ഒരുപാട് ടെസ്റ്റ് റിസൾട്ട്സ് ഇനിയും വരാനുണ്ട്. നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് കാണാം എന്ന് തന്നെ വിചാരിക്കാം. ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിലും അവരുടെ ഫോളോ ചെയ്യുന്ന റൂൾസിലൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളതായിട്ട് പറയപ്പെട്ടിരുന്നു. എന്തായാലും ഭാരത് എൻക്യാപ്പിന് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.